ചെറിയൊരു പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമസ്കാരം, ഒറോട്ടി ഫുഡ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും ആവിയിൽ വെന്ത പലഹാരമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ആ പലഹാരങ്ങളുടെ ഒന്നും രുചി ഇപ്പോഴും നാവിൻ തുമ്പിൽ നിന്ന് പോയിട്ടില്ല. ഇന്ന് ഞാനും പപ്പയും കൂടി അത്തരത്തിലുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊഴുക്കട്ടയും അതേപോലെ തന്നെ ഇലയുടെയും. കൊഴുക്കട്ട എന്ന് പറയുമ്പം പഴം ഉപയോഗിച്ചിട്ടുള്ള നല്ല നാടൻ കൊഴുക്കട്ടയാണ്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനായിട്ട് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പഴം ചേർത്തിട്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പഴം വേണം, അതേപോലെ തന്നെ ശർക്കരയും വേണം. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ജീരകവും അതേപോലെ തന്നെ ഏലക്കയുമാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ചിട്ട് അതും എടുക്കണം. ഇപ്പോൾ ഏലക്ക എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ജീരകവും എടുത്തിട്ടുണ്ട്. നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ ശർക്കര ചീകി എടുക്കണം. നമ്മളിപ്പം ആവശ്യത്തിനുള്ള ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജീരകവും ഏലക്കയും എടുത്തു വെച്ചിരിക്കുന്നത് ചതച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 3 ഞാലിപ്പൂവൻ പഴം ചേർക്കുന്നുണ്ട്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പം നന്നായിട്ട് പഴുത്താണെങ്കിൽ ഏത്തയ്ക്ക വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ശർക്കരയുടെയും അതുപോലെ തേങ്ങയുടെയൊക്കെ അളവിനനുസരിച്ചിട്ട് മാത്രം പഴം ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കുഴച്ചെടുത്ത് കഴിയുമ്പം അതിന് തന്നെ നല്ലൊരു രുചിയാണ്. അപ്പോൾ പണ്ട് ഞങ്ങൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് കഴിക്കും. അപ്പം കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ, ഒരു തവണ എടുത്താൽ കുഴപ്പമില്ല, 2 3 തവണ എടുക്കുമ്പോൾ കൈക്കിട്ട് നല്ല കൊട്ടും കിട്ടും. നമുക്കിനി അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുന്നതിന് കൂട്ടത്തിൽ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് 2 തുള്ളി വെളിച്ചെണ്ണ അതിൽ ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ, എന്നാലേ അതിൻ്റെ പാകത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴും മീഡിയം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കൈ പൊള്ളുന്നത് പോലുള്ള ചൂടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു തവിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മാവ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ചെറിയൊരു പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം വലിയ പശയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അരിപ്പൊടി നന്നായിട്ട് കുഴഞ്ഞ് സെറ്റായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കട്ട ആവിയിൽ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇലയുടെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അല്പം വെള്ളം കയ്യെ തൊട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ വെള്ളം കയ്യെ തൊടുന്നത് മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും പഴത്തിൻ്റെയൊക്കെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇലയുടെ ആവിയിൽ വെക്കണം. അപ്പോൾ ദാ നമ്മുടെ മലയാളികൾക്കെല്ലാം ഏറെ ഇഷ്ടപ്പെട്ട വളരെ രുചികരമായിട്ടുള്ള ഇലയടയും തയ്യാറായിട്ടുണ്ട്.